ഇലയിൽ ശാലിനി വിളമ്പിയിരിക്കുന്ന ഭക്ഷണം നോക്കി രാജീവ് പറയുകയാണ്, ഉണ്ണുന്നതിന് മുൻപേ വയറു നിറഞ്ഞല്ലോ. ശാരികയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ല. കാണാതിരിക്കാനും പറ്റില്ലല്ലോ. എന്താ ഒരു വഴി എന്നൊക്കെ ചിന്തിക്കുകയാണ് രാജീവ്. അത് തന്നെയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി രാജീവ് വിളിക്കുകയാണ്, അതെ ഉപ്പില്ല. ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പുമായിട്ട് വരും. വീണ്ടും രാജീവ് വിളിക്കുകയാണ്, അതെ ഉപ്പില്ല, ഉപ്പ്. ആരെയും കാണുന്നില്ലല്ലോ. എന്റെ കുഞ്ഞെ ഉപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് രാജീവ് വീണ്ടും ശാലിനിയോട്. ശാലിനി ചോദിക്കുകയാണ്, എന്താ ഇയാളുടെ പ്രശ്നം, ഉപ്പുണ്ടെന്നോ ഇല്ലെന്നോ? എന്റെ കൊച്ചെ, ഈ സാമ്പാറിൽ ഉപ്പില്ലാന്ന്. ശാലിനിയുടെ അകത്തേക്കുള്ള പോക്ക് കണ്ടിട്ട് രാജീവ് കരുതുകയാണ്, ഈശ്വര, എന്ത് സംഭവിക്കുമോ ആവോ. തിരികെ വന്ന ശേഷം ശാലിനി പറയുകയാണ്, സാർ ഒഴികെ സാമ്പാറിന് ഉപ്പില്ലാന്ന് ഇവിടെ വന്ന ആരും പറഞ്ഞില്ല. ഒന്ന് തൊട്ട് നോക്കുപോലും ചെയ്യാതെ സാമ്പാറിന് ഉപ്പില്ല എന്ന് മനസ്സിലാക്കിയ മാന്ത്രികനല്ലേ സാറ്. അല്ലെങ്കിലും ഉപ്പും പഞ്ചസാരയും ഒക്കെ സാറിനല്പം കൂടുതലാണെന്ന് അറിയാം. രാജീവ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ആവശ്യത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇലയുടെ ഒരറ്റത്ത് ഒരു ചെറിയ കുപ്പി ഉപ്പ് കൊണ്ടുവന്ന് തട്ടുകയാണ് ശാലിനി. ശാലിനി പോയ ശേഷം രാജീവ് പറയുകയാണ്, എരിവ് പോരാ എന്ന് പറയാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ മുളക് പൊടി വാരി മുഖത്തെറിഞ്ഞേനെയല്ലോ. അതിനുശേഷം ഭക്ഷണം കഴിക്കുകയാണ് രാജീവ്. അന്നേരം അവിടേക്ക് നടന്നെത്തുകയാണ് ശാരദാമ്മയും ശാരികയും. പടിക്കൽ വെച്ചിട്ട് ശാരദാമ്മ ശാരികയോട് പറയുകയാണ്, അതേ നോക്ക്, ഇന്ന് നടന്നതൊന്നും വേറെ ആരും അറിയരുത് കേട്ടല്ലോ. ശാരിക പറയുകയാണ്, അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ആരും അറിയാതിരുന്നാൽ എങ്ങനെയാ അമ്മേ? 10 ലക്ഷം രൂപ കള്ളൻ കൊണ്ടുപോയി. പോലീസുകാരാണെങ്കിൽ പരാതി വാങ്ങിയാലും ഇല്ല. അച്ഛൻ ഈ വീടൊഴിയാൻ പറഞ്ഞ് ഇവിടെ കയറി വന്നാലോ? ശാരദാമ്മ പറയുകയാണ്, വരും. നമ്മുടെ കയ്യിൽ നിന്നും കാശ് കളവ് പോയ കാര്യം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. പണം എപ്പോ വേണമെങ്കിലും തിരിച്ചു കൊടുത്ത് നമ്മൾ ഒഴിയാതിരിക്കുകയാണെന്ന് അവര് കരുതിക്കോളും. ഉടനെ അല്ലെങ്കിലും എന്നായാലും അവരിത് അറിയില്ലേ? അല്ലെങ്കിൽ തന്നെ 10 ലക്ഷം രൂപ മടക്കി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എവിടെന്നാണ്? ശരിയാ, അവരെന്നായാലും അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്? എന്നായാലും അവരറിയട്ടെ. അതിനു മുന്നേ ഒരു ദിവസം സമയം കിട്ടുമല്ലോ. എന്റെ തലയാകെ കലങ്ങി കിടക്കുകയാണ്. ആലോചിക്കാൻ അല്പം സമയം വേണം. ദേ ശാലിനി ഇതൊക്കെ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പുകിലൊക്കെ നിനക്കറിയാമല്ലോ. തടഞ്ഞു നിർത്താൻ പറ്റില്ല നമ്മളെ കൊണ്ട്. എന്റെ പൊന്നുമോള് ആരോടും പറയരുത് ഇത്. ഇല്ലമ്മയെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയണം, വാ, ദാഹിച്ചിട്ട് വയ്യ. ശാരികയും ശാരദാമ്മയും കണ്ട് സന്തോഷത്തോടു കൂടി ശ്യാമ പറയുകയാണ്, ദേ കുഞ്ഞേച്ചി, അമ്മയും വല്യേച്ചിയും വന്നു. ശാരികയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാജീവ്. ആ അമ്മയെന്നും പറഞ്ഞ് ശാലിനി വരുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മയുടെ നെറ്റിയിലെ മുറിവ് കാണുകയാണ് ശാലിനി. എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കുകയാണ് ശാലിനി. അമ്മയുടെ നെറ്റിയിൽ എങ്ങനെയാ ഈ മുറിവുണ്ടായതെന്നാണ് ചോദിച്ചത്. അത് വലിയ സാരമുള്ളതൊന്നും അല്ല, ചെറിയൊരു മുറിവാണ്. നെറ്റിയിലെ മുറിവും കണ്ടിട്ട് ശാലിനി ചോദിക്കണം, അയ്യോ ദേ കൈയൊക്കെ മുറിഞ്ഞല്ലോ, ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ വീണതാണ് മോളെ. റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ചുമ്മാതങ്ങ് വീഴുമോ? വഴിയിലൊരു കല്ലുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. അത് കേട്ട് രാജി ചോദിക്കുകയാണ്, നമ്മളോടെപ്പോഴും നോക്കി നടക്കണം എന്ന് പറയുന്ന ശാരദാമ്മ എങ്ങനെയാ വീണത്? പ്രായമായി വരികയല്ലേ രാജി. അത് കേട്ട് ശാന്ത പറയുകയാണ്, പിന്നെ ഒരു പ്രായം. ശാരിയുടെ കൂടെയല്ലേ ശാരദാമ്മ പോയത്? ശാരി നോക്കണ്ടായിരുന്നോ ശാരദാമ്മയെ? ശാരദാമ്മ പറയുകയാണ്, ശാരി ഇല്ലായിരുന്നു അവിടെ. അത് കേട്ട് ശാലിനി ചോദിക്കുകയാണ്, പിന്നെ ശാരി ചേച്ചി ഇല്ലാതെ? അവക്ക് തുണി തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ വീണത്. അത് കേട്ട് രാജീവ് പറയുകയാണ്, തലയിലല്ലേ മുറിവ്, നമുക്ക് വേണമെങ്കിലൊന്ന് ഹോസ്പിറ്റലിൽ പോകാം ശാരദാമ്മേ. ആ സാറോന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. സാരമില്ല സാറേ, ഹോസ്പിറ്റലിൽ പോകാനുള്ള മുറിവൊന്നും ഇല്ല. ചെറുതായിട്ടൊന്ന് പോറി, വേദന പോലും ഇല്ല. മോനിരുന്ന് ഇരിക്കുമെന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം ശാലിനി ശാരദാമ്മയെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അമ്മ വാ, ഞാൻ മരുന്ന് പുരട്ടി തരാം. എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മുമ്പിലിരുന്ന ഗിഫ്റ്റ് എടുത്തിട്ട് രാജീവ് പറയുകയാണ്, അതെ ഒരു മിനിറ്റ് നിൽക്കണേ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണവുമായി നോക്കി നിൽക്കുന്ന രാജേശ്വരിയാണ്. കൂടെ ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും ഉണ്ട്. പൈസ താഴെ വെച്ച ശേഷം രാജേശ്വരി പറയുകയാണ്, അപ്പോ ശാരദ ഒടുവിൽ തോൽക്കാൻ തുടങ്ങി അല്ലേ ഗോപാലേട്ട? ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതെ, തോറ്റു തുന്നം പാടും. അവളിനി ഈ 10 ലക്ഷം രൂപ എവിടെ നിന്നുണ്ടാക്കും? 3 പിള്ളേരെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അവിടെ വളരെയധികം ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രനെ ശ്രദ്ധിക്കുകയാണ് രാജേശ്വരി. രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല, നിനക്കെന്താടാ ഒരു സന്തോഷമില്ലാത്തത്? നീയല്ലേ ഇന്നത്തെ ഹീറോ. ഈ മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കിയതും റൂട്ട് ചെയ്തതും ഒക്കെ നീയല്ലേ, പിന്നെന്താ ഒരു വല്ലായ്മ? രാജേശ്വരിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന ശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, അല്ല ചേച്ചി, എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു. എന്ത് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, 10 ലക്ഷം രൂപ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. അവരതിനുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയി. പക്ഷെ അവരെന്താ അക്കാര്യം നമ്മളെ അറിയിക്കാത്തത്? ബാലകൃഷ്ണൻ പറയാണ്, എടാ, അത് പിന്നെ അവള് നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടാകും എന്നത് ഉറപ്പല്ലേ? എടാ, നമ്മള് കൊടുത്ത പണം നഷ്ടപ്പെട്ടത് നമ്മുടെ അടുത്ത് തന്നെ വന്ന് പറയാൻ ആരായാലും ഒന്നറയ്ക്കും, അത്രയുള്ളൂ. രാജേശ്വരി പറയാണ്, അതെന്തോ ആയിക്കോട്ടെ,
ശാരദ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ കടക്കാരിയായി. അതാണ് പോയിന്റ്. ഇനി ആ കാശ് തിരിച്ചു തരാൻ കഴിയാത്തിടത്തോളം കാലം കണ്ടു ഒന്ന് നോക്കിയാൽ മതി, ഒഴിഞ്ഞു പോകേണ്ടി വരും അവറ്റകൾക്ക്. എന്താ ശരിയല്ലേ ബാലചന്ദ്ര? അതെ ചേച്ചി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരി പറയുകയാണ്, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഇനി ആ ശാരദയും മക്കളും എന്റെ ചവിട്ടിടയിൽ കിടക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്താ ഈ പാദമൊന്ന് അമർത്തി ഞെരിച്ചാൽ മതി, ആ കുടുംബം ഒന്നാകെ ശ്വാസം മുട്ടി മരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെ, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയാണ് രാജേശ്വരി. പിന്നീട് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ ഹോട്ടലാണ്. ഇവിടെ ബോർഡൊക്കെ അകത്തേക്ക് എടുത്തു വെക്കുകയാണ് ശ്യാമ. പെട്ടെന്ന് ശ്യാമ വെളിയിലിരിക്കുന്ന ഗിഫ്റ്റ് കാണുകയാണ്. ശ്യാമ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ ചെരുപ്പാണ് കാണുന്നത്. ഹായ്, നല്ല ചെരുപ്പാണല്ലോ. ഇതാരുടെയാ? ശാലിനി ചേച്ചി വാങ്ങിച്ചു കൊണ്ടുവന്നതാണോ? എന്നിട്ട് അകത്തേക്ക് നോക്കി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് വിളിക്കുകയാണ്. അന്നേരം ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താടി, ഒരു ബോർഡ് എടുത്തു വെക്കാൻ 10 ആളുടെ ആവശ്യമുണ്ടോ? അല്ല കുഞ്ഞേച്ചി, ഇത് കണ്ടോ? ഇതെന്താ? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇവിടെ കിടന്ന് കിട്ടിയതാണ്. ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ? ഞാനോ എന്ന് ചോദിക്കുകയാണ് ശാലിനി. ഇത് നമ്മുടെ ഹോട്ടലിൽ വന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായതായിരിക്കും. നല്ല ഭംഗിയുണ്ട് അല്ലേ ചേച്ചി? ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല ഡിസൈൻ. വല്ലവരുടെയും ചെരുപ്പിന്റെ ഡിസൈൻ എന്തിനാടി നോക്കുന്നത്? ഈ ചേച്ചിക്ക് എന്താ, വല്ലവരുടെ ചെരുപ്പാണെങ്കിലും അതിന്റെ ഭംഗി നോക്കിക്കൂടെ? അതിനുശേഷം ആ ചെരുപ്പ് ഇട്ട് നോക്കുകയാണ് ശ്യാമ. എന്നിട്ട് പറയാണ്, അയ്യോ ഇത് ലൂസ് ആണല്ലോ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, ലൂസ് നിന്റെ തലയ്ക്കാണ്. ചെരുപ്പെടുത്ത ശേഷം ശ്യാമ പറയുകയാണ്, ചിലപ്പോൾ വല്യേച്ചിക്ക് പാകമായിരിക്കും. എന്നിട്ട് അകത്തേക്ക് നോക്കി വല്യേച്ചി വല്യേച്ചി എന്ന് വിളിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ശാലിനി ചോദിക്കുകയാണ്, നീ ഇതെന്ത് ഭാവിച്ചാണ്? എന്താ മോളെ എന്ന് ശാരിയെ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഒരു ജോഡി ചെരുപ്പ് നമ്മുടെ ഹോട്ടലിൽ വന്ന ആരുടെയോ കയ്യിൽ നിന്നും വീണു പോയതാണ്. അവൾ ഇത് ഇട്ട് കളിക്കുകയാണ്. നാളെ അവരെങ്ങാനും വന്ന് ഇത് ചോദിച്ചാൽ നമ്മൾ ഇത് എടുത്തു കൊടുക്കണ്ടേ? നല്ല ഭംഗിയുള്ള ചെരുപ്പാ ചേച്ചി, ഇത് എനിക്ക് പാകമല്ല. ചേച്ചി ഒന്ന് ഇട്ട് നോക്കിക്കേ ഞാൻ എന്ന് പറയുകയാണ് ശാരിക. അമ്മ പറയുകയാണ്, തേഞ്ഞൊന്നും പോകില്ല. കടയിൽ പോയാലും നമ്മൾ പാകമാണോന്നറിയാൻ ഇട്ട് നോക്കില്ലേ എന്ന് പറഞ്ഞ് ശാരികയുടെ മുന്നിലേക്ക് ചെരുപ്പിട്ട് കൊടുക്കുകയാണ് ശ്യാമ. അന്നേരം ശാരിക ചെരുപ്പിടുകയാണ്. ശാരികയ്ക്ക് അത് കറക്റ്റ് ആവുന്നുണ്ട്. അത് കണ്ട് ശ്യാമ പറയാണ്, ഹായ് കൊള്ളാമല്ലോ, ചേച്ചിക്ക് അത് കറക്റ്റ് പാകമാകുന്നുണ്ട്. നല്ല ചേർച്ചയും ഉണ്ട്. ചേച്ചിക്ക് വേണ്ടി ആരോ വാങ്ങിച്ചതുപോലെയുണ്ട്. ഇതൊക്കെ കണ്ട് ശാലിനി ചോദിക്കുകയാണ്, വല്ലവരുടെയും ചെരുപ്പ് കണ്ടിട്ട് എന്തിനാടി ഇങ്ങനെ ആർത്തി കാണിക്കുന്നത്? ചേച്ചി അത് പൊതിഞ്ഞ് ആ പാക്കറ്റിൽ തന്നെ വയ്ക്ക്. ഉടമസ്ഥര് വന്ന് ചോദിച്ചാൽ കൊടുക്കാനുള്ളതാണ്. അതങ്ങ് കൊടുത്തേന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, എന്താ കുഞ്ഞേച്ചി ഇത്? മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോ? ഇതാ കൊടുക്കെന്നും പറഞ്ഞ് പാക്കറ്റ് വാങ്ങിച്ച് ശാരികയുടെ കയ്യിൽ കൊടുക്കുകയാണ് ശാലിനി. ഇനി നിന്നെ ഇവിടെ അധിക നേരം നിർത്തിയാൽ ശരിയാകില്ല. എനിക്ക് കൈനീട്ടം കിട്ടിയ പൈസ എല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഞാൻ ഇതിനേക്കാൾ നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കും. അങ്ങനെ ശ്യാമ പറയുമ്പോൾ കളിയാക്കിക്കൊണ്ട് ശാലിനി പറയുകയാണ്, അന്നേരം ഞാനത് കാണുവാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാം. ഒക്കെ പറഞ്ഞ് ശ്യാമയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ശാലിനി. ചെരുപ്പിന്റെ പാക്കറ്റും കയ്യിൽ പിടിച്ച് ശാരിക അന്ന് തന്റെ ചെരുപ്പ് പൊട്ടിയ കാര്യവും രാജീവോടെ ഉണ്ടായ കാര്യങ്ങളുമൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം രാവിലെ കടയിൽ വന്നപ്പോൾ അതെ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേന്നൊക്കെ രാജീവ് പറഞ്ഞതും ശാരിക ആലോചിക്കുകയാണ്. അന്നേരം ശാരികയ്ക്ക് രാജീവാണ് ചെരുപ്പ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മ രാവിലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് വരികയാണ് ശാലിനി. അമ്മയുടെ ഒച്ചയും ബഹളവും ഇല്ലാതെ വീട് ഉറങ്ങിയതുപോലെ ആയി. എന്നെ ഒന്ന് വഴക്കെങ്കിലും പറയമ്മേ. അത് കേട്ട് പോടി എന്ന് പറയുകയാണ് ശാരദാമ്മ. ശാലിനി ചോദിക്കുകയാണ്, എന്താ അമ്മേ, ഒരുപാട് വേദനയുണ്ടോ? ഇല്ല മോളെ, വേദനയൊന്നും ഇല്ല, ഒരു മടുപ്പ് അത്രേ ഉള്ളൂ. ഞാനിവിടെ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കട്ടെ. ചെല്ല്, പോയി പഠിക്ക്. അമ്മയെന്ന് ശാലിനി വീണ്ടും വിളിക്കുമ്പോൾ ചെല്ലടി എന്നും പറഞ്ഞ് ശാലിനിയെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങുന്ന വിഷ്ണുവിനെയാണ്. കൂടെ കമലനും ദാസനുമുണ്ട്. വിഷ്ണു സ്വപ്നം കണ്ട് ചിരിക്കുകയാണ്. ശാലിനിയെ കണ്ടത് മുതലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരിക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് വിഷ്ണു കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്ന വിഷ്ണു കാണുന്നത് മുകളിലത്തെ ബാൽക്കണിയിൽ മഴ നോക്കിയിരിക്കുന്ന ശാലിനിയാണ്. ശാലിനി വിളിക്കുകയാണ്, ഏയ് ഹലോ. ശാലിനിയെ കണ്ട സന്തോഷത്തിൽ ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് വിഷ്ണു. സന്തോഷത്തോടുകൂടി വിഷ്ണു ചോദിക്കാൻ, ഏയ് ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ എങ്ങനെ എത്തി? എന്താ ഞാൻ വന്നത് കുഴപ്പമായോ ഇപ്പോൾ? ഏയ് അതല്ല, ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ തന്നെ കുറിച്ച്. ആണോ? എന്താ ആലോചിച്ചത്? അതിപ്പോ ഇയാളെ പറ്റി തന്നെ. നമ്മൾ കണ്ടുമുട്ടിയ ഓരോ സന്ദർഭങ്ങളില്ലേ, അതിനെ പറ്റിയാ. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഏത് സന്ദർഭം? അതിപ്പോ ഇന്നത്തെ കാര്യം തന്നെ ഓർത്തു നോക്ക്. എത്ര നേരമാ ഞാൻ ഇയാളുടെ പിന്നാലെ വന്നത്, എന്നിട്ടും ഇയാൾ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? അതൊക്കെ എനിക്ക് വലിയ സങ്കടമായി. എന്നാലും ഒരാള് താങ്ക്സ് പറഞ്ഞു, അതാണ് ഏക ആശ്വാസം. സത്യം പറയാമല്ലോ, കണ്ട അന്നു മുതൽ എനിക്ക് തോന്നാറുള്ളതാണ് ഞാനൊരു റോസാപ്പൂ പോലെയാണെന്ന്. സ്വയരക്ഷയ്ക്കുള്ള ചില മുള്ളുകളൊക്കെ ഉണ്ടെങ്കിലും നന്മയും ഭംഗിയും വിശുദ്ധിയും ഒക്കെയുള്ള നല്ല ഒരു പെൺകുട്ടി. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, ഇതിപ്പോ കവിത പോലെയാണല്ലോ വർത്തമാനം.
ചിലപ്പോ ആയിരിക്കും, എനിക്കറിയില്ല. ഇയാളെ കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ചിലപ്പോ ഞാൻ ഈ ലോകത്തൊന്നുമുള്ള ആളല്ലേ എന്ന് തോന്നും. ഈ ആകാശത്തിലൂടെ കടലിന് മീതെ കൂടെ ഭാരമില്ലാത്ത ഒരു അപ്പുപ്പൻ താടിയെ പോലെ പാറിപ്പറന്ന് നടക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അല്ല, എന്നോടൊപ്പം താനും ഉണ്ട് കേട്ടോ. കിളികളും നക്ഷത്രങ്ങളും മഴവില്ലുമൊക്കെ നമുക്ക് കൈയെത്തുന്ന ദൂരത്ത്. എനിക്കറിയില്ല എന്താ ഈ അവസ്ഥയുടെ പേരെന്ന്. എനിക്ക് എന്താ ഒരു പരിഹാരമൊന്നും അറിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നേ. ഈ സംസാരമൊക്കെ കേട്ട് ഉണർന്ന കമലം പറയുകയാണ്, നെല്ലിക്കാത്തളമുണ്ടല്ലോ, അത് ബെസ്റ്റ് ആണ്. ഇങ്ങനെ നോക്കുന്ന വിഷ്ണു ചോദിക്കണേ, എന്താ നീ പറഞ്ഞത്? അല്ല, എന്റെ കുഞ്ഞമ്മാവനെ ഇതേപോലെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ഒടുവിൽ 41 ദിവസം നെല്ലിക്കാത്തളം വെച്ചതിന് ശേഷമാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കാൻ, ആരടാ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചത്? ആശാൻ തന്നെ. അപ്പൊ പിന്നെ ഈ ഇരിക്കുന്നത് ആരാടാ എന്ന് ശാലിനി ഇരുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടി ചോദിക്കുകയാണ് വിഷ്ണു. ശാലിനിയെ കാണാഞ്ഞിട്ട് ചുറ്റുമൊക്കെ നോക്കിയിട്ട് വിഷ്ണു ചോദിക്കണം, അല്ല ഇവളിതെവിടെ പോയി? ഇവളോ എന്ന് തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് കമലൻ. കമലന്റെ അടുത്തേക്ക് വന്നിരുന്ന ശേഷം വിഷ്ണു പറയുകയാണ്, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചതാണ്. അല്ല ആശാനെ, യക്ഷിയോ മറ്റോ ആണോ? ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ചയുമാണ്. പോരെങ്കിൽ പാലപ്പൂവിന്റെ മണം വരുന്നുണ്ടോ എന്നൊരു സംശയവുമുണ്ട്. യക്ഷിയൊന്നുമല്ലടാ, ഇതൊരു അപ്സരസായിരുന്നു. അസ്പരസോ എന്ന് ചോദിക്കുകയാണ് കമലൻ. വിഷ്ണു പറയാണ്, അസ്പരസ് അല്ലടാ, അപ്സരസ്. എന്റെ ശാലിനി, എന്റെ മാത്രം ശാലുമോൾ എന്നൊക്കെ കമലന്റെ താടിയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുകയാണ് വിഷ്ണു. അതെങ്ങനെ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിക്കുകയാണ് കമലൻ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്റെ അടുത്ത് ഇത്ര നേരം ഉണ്ടായിരുന്നു. ഞാൻ അവളോടല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. മൊത്തം കയ്യിൽ നിന്ന് പോയല്ലോ ഭഗവാനെ എന്ന് പറയുകയാണ് കമലൻ. ഇതൊക്കെ കേട്ട് ഉണർന്ന ഇക്കയും പറയുകയാണ്, എന്റെ വല്യപ്പാപ്പയ്ക്കും ഇതുപോലെ ആയിരുന്നു. ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കാണും. ഒടുവിൽ മൂലമറ്റത്ത് കൊണ്ടുപോയി ഷോക്ക് അടുപ്പിച്ചപ്പോഴാണ് രോഗം മാറി കിട്ടിയത്. ഇതൊക്കെ കേട്ടിട്ടും ഉണരാതെ കിടക്കുന്ന ദാസനെ കുലുക്കി വിളിക്കുകയാണ് കമലൻ. എടാ ദാസ, ഉണരടാ, നമ്മുടെ ആശാന്റെ കിളി പോയെന്നാണ് പറയുന്നത്. അന്നേരം ഇക്ക പറയുകയാണ്, എടാ എടാ, ആ കള്ളുകുടിയനെ എഴുന്നേൽപ്പിക്കേണ്ട. ഈ രാത്രി പിന്നെ അവൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. അന്നേരം വിഷ്ണു പറയാണ്, എടാ എനിക്കിപ്പോ തന്നെ അവളെ കാണണം. ശാലിനി എന്ന് പറയുമ്പോൾ കമലൻ പറയുകയാണ്, ഇപ്പൊ കണ്ടെന്നല്ലേ പറഞ്ഞത്? അതല്ലടാ, ശരിക്കും കാണണം. ഇക്ക ചോദിക്കുകയാണ്, അതെങ്ങനെ ആശാനെ ഈ നട്ടപ്പാതിരേക്ക്? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, എനിക്കിപ്പോ കണ്ടേ പറ്റൂ. ഇത് കേട്ട് ഉണർന്ന ദാസൻ പറയുകയാണ്, ആശാന്റെ പ്രണയം സത്യമാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആശാൻ ഏട്ടത്തിയെ കണ്ടിരിക്കും. ഇത് നടക്കും ആശാനെ, ഉറപ്പാണ്. ഇത് കേട്ട് വളരെയധികം ചിരിച്ച് സന്തോഷിക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.